ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ രീതിയിലുള്ള പാവയ്ക്കാത്തോരനാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചുമന്നുള്ളി, ഉപ്പ്, പച്ചമുളക്, കരിവേപ്പില, പാവയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി കൊത്തിയരിഞ്ഞാണ്, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് പാവയ്ക്ക, വെളിച്ചെണ്ണ, വെള്ളം, പാവയ്ക്ക അരിഞ്ഞ് ഉപ്പിട്ട് വെച്ച് 15 മിനിറ്റ് വെച്ചതിന് ശേഷം പിഴിഞ്ഞാണ് നമ്മൾ തോരന് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ 150 ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് അഡീഷണലായിട്ട് വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പിട്ടാണല്ലോ പാവയ്ക്ക വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഉപ്പിനി അഡീഷണലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. കടുക്, ഫ്ലെയിം ഓണാക്കി ഞാൻ അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പില അതിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചുമന്നുള്ളി, പച്ചമുളക് അതിലോട്ട് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. പച്ചമുളകും ചുമന്നുള്ളിയും ഏകദേശം ഒന്ന് വരട്ടുന്ന രീതിയിൽ ഇളക്കുക. ഏകദേശം പച്ചമുളകും ചുമന്നുള്ളിയും ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന പാവയ്ക്ക നന്നായി പിഴിഞ്ഞ് അതിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് പിഴിഞ്ഞ് വേണം ആഡ് ചെയ്യാനായിട്ട്. പാവയ്ക്കയിലോ അരിഞ്ഞു വെച്ചാലോ ഉപ്പുള്ളത് കൊണ്ട് പിന്നീട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചിരണ്ടി വെച്ച അരമുറി തേങ്ങ ചിരണ്ടി വെച്ചത് അതിലോട്ട് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം വെള്ളം ചേർത്തു. പാവയ്ക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം പച്ചമുളകും ചുമന്നുള്ളിയും ചേർക്കാനായിട്ട്, തേങ്ങയും ചേർക്കാനായിട്ട്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്, അത് വേകാനായിട്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വേവാനായിട്ട് അടച്ചു വെക്കുക. ഏകദേശം പാവയ്ക്ക ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളമയം എല്ലാം നന്നായിട്ട് പറ്റി. അതിനുശേഷം ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റി. ഈ പാവയ്ക്കാത്തോരൻ വളരെയധികം നല്ല ഒരു തോരനാണ്. കയ്പ്പ് യാതൊരു കാരണവശാലും ഉണ്ടാകത്തില്ല. ഈ തോരൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് ഇത് പാവയ്ക്കൊക്കെ കയ്പ്പുള്ളതാണ്, കഴിക്കാനും മടി കാണും. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മടി കൂടാതെ തന്നെ കഴിച്ചോളും. ഇങ്ങനെ പാവയ്ക്ക ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഷുഗറുകാരും മടി കൂടാതെ തന്നെ പാവയ്ക്കാത്തോരൻ കഴിച്ചോളും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനടി കാണാനായിട്ട് ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.